ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് ആ അവളുടെ അച്ഛനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചേട്ടത്തിയുടെ ഭർത്താവിനെ വെച്ചോണ്ടിരിക്കുക. ഇവള് കല്യാണം കഴിഞ്ഞിട്ട് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ കൂടെ ഈ പറയുന്ന വലിയ എന്താണ് പറയുന്നത് വലിയ പതിവ്രത രത്നമായ ഈ കൽപ്പകവല്ലി എന്ന് പറയുന്നവള് ഇതുപോലെ അയാളെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. അയാള് ഇവളുടെ ചേട്ടത്തി ഇല്ലാതായിരുന്നു ഇവിടെ കാണാൻ വരുന്നത്. ഇവിടെ ഭോപ്പാലിൽ ഇവൻ വരികയായിരുന്നു. അയാളുടെ പേര് ഗോപി എന്നാണ്. ഇവൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയുന്നത്. എന്നാലും ആ പെണ്ണ് പ്രിയ എന്ന് പറയുന്ന അവളെ ഇവളാ നോക്കിയത് ഈ 11 വയസ്സ് വരെ നോക്കിയത്. എന്നിട്ട് അവളെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും. ഇതൊക്കെ ഇതുപോലാണ് ഈ അമ്മയെ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുക. അമ്മയെ കൊണ്ട് 11 വയസ്സുള്ള പെണ്ണിനെ കൊണ്ട് അരി അരപ്പിക്കുക. 11 വയസ്സുള്ള അത് അരി അരക്കണം. അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ അമ്മ സ്ത്രീകളൊക്കെ ചെയ്തത് നടക്കുകയാണ്. സ്ത്രീകളുടെ ചേട്ടത്തി എന്ന് പറയുന്നത്. അവളുടെ പേരാണ് എന്തുവരുന്നത് സതി. അപ്പം ഇങ്ങനെ കുറെ 9 എണ്ണം ഉള്ളത്. പിന്നെ എന്നിട്ട് ഭയങ്കര വഴക്കൊക്കെ ഇരിപ്പിച്ച് ആ പെണ്ണിനെ ഇതുപോലെ ശല്യമായി ഏതോ ആ ചെറുക്കനെ കൊണ്ട് വടങ്ങിച്ച് ഇവളും അവനും കൂടെ എവിടെയോ പോയെന്നാണ് പറയുന്നത്. ഇവളുടെ മോള് ഈ കൽപ്പകവല്ലിയുടെ മോള് പറഞ്ഞ കഥയാണ്. അവള് കേട്ടാ ഇവനെ അടിക്കും. ഈ പ്രിയ എന്ന് പറയുന്നവള് കേട്ടാ ഈ സ്ത്രീ എന്ന് പറയുന്നവളെ തല്ലിക്കൊല്ലും. ഇവളാണ് എന്നിട്ട് നമ്മളോട് ഈ സിനി എന്ന് പറഞ്ഞവളാണ് കഥ ഉണ്ടാക്കി നമ്മളോട് പറയുന്നത്. അവിടെ എങ്ങാണ്ട് പോയി എന്നിട്ട് അവളെ ചതിച്ചിട്ട് ഡൽഹിയിൽ ഏതോ ഒരു ഹോട്ടലിൽ ഉപേക്ഷിച്ചിട്ട് പോയെന്നാണ് കഥകള്. അങ്ങനാണ് ഈ പ്രിയെ കെട്ടിയിരിക്കുന്ന ഒരു അജിത്ത് എന്ന് പറയുന്നവൻ ഇവിടെ തിരുവല്ലയിലെ കണ്ടൊക്കെ ഉള്ളത്. ഇതെല്ലാം സെറ്റപ്പാണ്. അവനെ കൊണ്ട് കെട്ടിച്ചു. അവൻ വിളിച്ചോണ്ട് പോയി അവരുടെ വീട്ടിൽ നിന്ന് അവന്റെ കൂടാണ്. എന്നിട്ട് ഒരു മോളൊക്കെ ജനിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആരോട് നമ്മള് ഫ്രണ്ട്ഷിപ്പ് ആവുന്നു അല്ലെ ആരെ നമ്മള് ഇങ്ങനെ ഇതാവുന്നു അവരെ പറയി പിടിക്കും. എന്നിട്ട് ഭയങ്കര ഇതാണ്. അങ്ങനെ അവളെ ഇതാക്കി നമ്മളോട് ഇതായതുകൊണ്ട് നമ്മൾ ഇപ്പം നമ്മൾ കോണ്ടാക്ട് ഒന്നും ഇല്ല അവളുമായിട്ട്. അപ്പൊ എന്നിട്ട് അവിടെ പറയുന്ന കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട് വിട്ടപ്പം ഏതോ ചെറുക്കൻ്റെ കൂടെ നാട് വിട്ട സമയത്ത് ഇവനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഭോപ്പാലില്. പോയിട്ട് 8 or 10 അവന്റെ സ്വർണ്ണവും ഒക്കെ ആയിട്ട് അടിച്ചുകൊണ്ട് അവളുടെ തുണി മണി എല്ലായിട്ടാണ് പോകുന്നത്. പിന്നെ ഇവളുടെ മോള് ഈ പ്രിയ എന്ന് പറയുന്നവരുടെ ചുരിദാറൊക്കെ ഇട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങൾ നടന്നത്. അവളുടെ ചുരിദാറൊക്കെ കൊണ്ട് ഇവള് വർഷങ്ങൾ നടന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവൻ വലിയ നമ്പർ 1 ക്രിമിനലാണ്. ഇവരുള്ള എല്ലാം അങ്ങനത്തെ ക്രിമിനലാണ്. ഇങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ ഇൻഷുറൻസ് ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഓരോരുത്തരെയും കൊല്ലുന്നത്. ഇങ്ങനെയാണ് ഇവന്മാരെ കൊല്ലുന്നത്. നിങ്ങൾ അന്വേഷിച്ചാൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം കള്ളമുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇതാക്കപ്പെടാം. നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം സഹിതം പുല്ലുകുളങ്ങരക്കകത്താണ് 2 മരണം. ഒരു സ്ത്രീ അവര് ഫിനാൻസ് ബാങ്ക് വർക്ക് ചെയ്ത് അവരുടെ പേര് കൊച്ചുവാവ ഏതാണ്ട് ഒരു വാറേനായിരുന്നു അവരെ വിളിക്കുന്നുണ്ടായിരുന്നു. ഈ കൃഷ്ണ ബസ് ഒരു കണ്ടക്ടർ. നിങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ മതി. കൃഷ്ണ ബസ് പണ്ട് ഓടിക്കൊണ്ടിരുന്ന കൃഷ്ണ ബസ്സിലെ ഒരു കണ്ടക്ടർ ഈ കോച്ചയുടെ കൽപ്പകവല്ലിയുടെ ചേട്ടത്തിയുടെ മോളെ ചീരിക്കാട്ടുകാരി എന്നുണ്ടായിരുന്നു. എന്താ എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. അവരെ കല്യാണം കഴിച്ച് അവരെന്ത് ചെയ്യും, അവര് മരിച്ചത് എങ്ങനെയാണ്, കായലിൽ നമ്മൾ ഡെഡ് ബോഡി കിട്ടിയത്, ചെരുപ്പ് ഇങ്ങനെ ഇരുന്നോ, അതുമെല്ലാം നിങ്ങൾ അന്വേഷിച്ചു. അതുപോലെ സൗദാമിനി അമ്മയുടെ മകൻ ആർട്ടിസ്റ്റ്, ഭയങ്കരമായിട്ട് പടം വരയ്ക്കുന്ന ഒരാള്, ആ അമ്മയുടെ മോൻ എന്ത് പറ്റി, കുളത്തിലാണോ ഡെഡ് ബോഡി കിടന്നത്, എന്താണ് നിങ്ങൾ അന്വേഷിച്ചോ? അതുപോലെ സാമിനി എന്ന് പറയുന്ന ഒരു അമ്മ, ആ അമ്മ കന്നഡക്കാരി, അവിടെ 2 ആമക്കള്, ഒരു ഇളയ ചെറുക്കനെ അവൻ വീട്ടിലോട്ട് പോലും കേൾക്കുന്നില്ലെന്നാ പറയുന്നത്. ഇത് സ്വത്തിന് വേണ്ടിയല്ല, അവനെ വിട്ടിരിക്കുകയാണ്. അവൻ ഏതൊക്കെയോ അമ്പലത്തിൽ പൂജ ചെയ്ത് നടക്കുകയാണെന്നാണ് പറയുന്നത്. അവന്റെ ചേട്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ചട്ടമ്പിയാണ്. ടിപ്പറോ ഒക്കെ ഓടിക്കുന്നവരാണ് അവൻ. അവന് വേണ്ടി പെണ്ണുപിള്ളയെ കൂടെ ഇത് എന്നിട്ട് ഇവരെ കൊന്ന് മണ്ണെണ്ണ ഒഴിച്ചാണോ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. ചുമ്മാ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇത് പ്രിയ എന്ന് പറയുന്നത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണോ നിങ്ങൾ തിരക്കിച്ചോ? അതുപോലെ ഓടിട്ട വീടെന്ന് പറയുന്ന ഈ ഉരങ്ങോടിക്കാവിൽ അമ്പലത്തിന് അടുത്തുള്ള വീട്ടിലെ അവൻ സവാൻ എന്നാണ് ആ നാട്ടു മുഴുവൻ അറിയുന്നത്. ആ അമ്മയുടെ മകൻ ആ വീട്ടിലെ ഒരേ ഒരു മകനായിരുന്നു. ഗൾഫിലായിരുന്നു. ഈ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ തിരക്കിയാൽ മതി. ഗൾഫിലായിരുന്നു. ഇവൻ എന്ത് പറ്റി? ഇവന് കെട്ടി തൂങ്ങി നിൽക്കുമായിരുന്നോ? വല്ലോ അന്വേഷിച്ചോ? എങ്ങനെ കെട്ടി തൂങ്ങി, ആര് കെട്ടി തൂക്കിയത്, എന്തെങ്കിലും ഒന്നും ഇല്ലായിരുന്നെന്നാ അവർ പറയുന്നത്. ഒന്നും ഇല്ലായിരുന്നെന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ അന്വേഷിച്ചോ? ഇങ്ങനെ ഗൂഢമായ പലതും നടക്കുന്ന വീടാണിത്. ഈ പോച്ചയുടെ വീട് എന്ന് പറഞ്ഞാൽ ഗൂഢമായ, പോച്ചയുടെ മാത്രമല്ല, ഇങ്ങനെ കുറെ നടക്കുന്നുണ്ട്, ഒന്നും പുറത്തു വരുന്നില്ല. ഗൂഢമായ പലതും ഇവിടെ നടക്കുന്നുണ്ട്. ഇവൻ ഇങ്ങനെ കഥയുണ്ടാക്കി 2019-20 ഇവൻ കഥയുണ്ടാക്കായിരുന്നു. ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ ഇത് വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥകളൊക്കെ ഉണ്ടാക്കി എന്നെ വകവെട്ടെന്നാണ് വിചാരിച്ചത്. ഞാൻ ആർക്കോ വസ്തുക്കളൊക്കെ വെച്ച് ആരും എന്നെ നമ്മുടെ ജോലിയെ സമ്മതിക്കത്തില്ല. അങ്ങനെ പല ഇതൊക്കെ ആയി. നമ്മളിപ്പോ കാശ് ഒന്നും കിട്ടാതില്ലാതാകുമ്പം എന്താ ഫിനാൻഷ്യൽ ക്രൈസിസ് വരും. അപ്പൊ നമ്മള് എന്ത് ചെയ്യും എന്നുള്ള. അപ്പം ആരെ കൊണ്ടും എന്റെ അമ്മയൊന്നും പോലും വിളിക്കത്തില്ല സത്യത്തില്. ഈ എന്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തി ഒന്നും വിളിച്ചിട്ടില്ല. 5 പൈസ കാശ് വന്നിട്ടില്ല അന്ന്. ഇത് ഉള്ള കാര്യമാണ്. നിങ്ങൾക്ക് എന്റെ ബാങ്ക്
റെക്കോർഡ്സും എല്ലാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലായിരുന്നു എന്റെ പേര് 5 വയസ്സ് ഇവരൊന്നും എനിക്ക് തന്നിട്ടില്ലെന്നുള്ളത് മനസ്സിലാവും. മനസ്സിലായില്ലയോ? അപ്പൊ ഇതിനൊക്കെ പാസ് ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാവും. ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. എന്റെ അമ്മയെന്ന് പറയുന്ന പോലെ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോവുക, നമ്മളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, ഇങ്ങനെ കേൾവിപ്പിക്കുക, ഇങ്ങനെ പല പല വേദനകളുണ്ടായിരുന്നു. എന്റെ അമ്മ എന്നെ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് തിരക്കിയിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്തിയെ എന്നൊന്നും തിരക്കിയിട്ടില്ല സത്യം പറഞ്ഞാല്. അങ്ങനെ എന്നിട്ട് ഇവരിങ്ങനെ കഥയുണ്ടാക്കി പക്ഷെ എന്റെ പ്രമാണം ഞാൻ അന്നേരം എനിക്കറിയാം ഇവന്മാരെ നല്ല ശരിക്കും ഇവന്മാരുടെ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്. നമ്മൾ അതിനെന്ത് ചെയ്തു, നമ്മുടെ പ്രമാണം എല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവച്ചിരുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ, 10th ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കര കൊണ്ടുവച്ചിരുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. അവിടെ നിന്ന് അതിന് എടുത്തേക്ക് തെളിവുണ്ട്. നമ്മൾ എടുക്കുന്നതിനൊക്കെ അങ്ങോട്ട് ആപ്ലിക്കേഷൻ കൊടുക്കണം. എന്റെ പ്രമാണം ഇതിന് ഞാൻ വെച്ചിരിക്കുന്ന എന്റെ പ്രമാണം എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? കോടതിയിൽ വെച്ചത്. അപ്പോ അങ്ങനെ വെച്ച സാധനം വെച്ചിരിക്കുവായിരുന്നു. ഇവന്മാർ ഇവിടെയൊക്കെ വന്നെന്നെ ഒത്തിരി ഇവിടെ എല്ലാം അപ്പം എന്നെ കൊല്ലാൻ നടക്കുമായിരുന്നു. കൊല്ലാൻ എന്നിട്ട് കരണ്ടൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. ഒരു പ്ലാമൂട്ടിലെടുത്തിട്ടുണ്ടായിരുന്നു അവനും, പിന്നെ പ്ലാമൂട്ടിലെ കുഞ്ഞുപോലെ. അവൻ ഈ പണമിടപാടൊക്കെയാ ജോലി, പ്രമാണമൊക്കെ വെച്ച് ആശടിക്കുക, അങ്ങനെയൊക്കെ പല വേലകളുണ്ട്. അപ്പം അവന്റെ ഒന്നും വീട്ടിൽ നമ്മൾ പോയിട്ടില്ല. നമ്മൾ ഈ പോകേണ്ട കാര്യമില്ല അവരുടെ ഒന്നും വീട്ടില്. അപ്പൊ അവരിവിടെ കൂടെ ഈ മൂലയ്ക്ക് വന്നിരുന്ന് ഒമ്നിയെ കയറി നടക്കുന്നത്, കരണ്ട് പോയി ഒമ്നിയെ കയറി നടക്കുന്ന, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ഈ കുട്ടൻ എന്ന് പറയുന്നവർ അവന്റെ വീട്ടിലോട്ട് കയറി പോകുന്നപ്പോ എനിക്ക് എന്തോ പച്ചപ്പച്ച തോന്നിയപ്പോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇവന്മാരോട് തന്നെ ഇന്ന് കറണ്ട് വരത്തില്ലേ, അപ്പൊ അവർക്ക് ഇന്ന് കറണ്ട് വരത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാനിവിടെ വന്നു, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. ഇത്രയും ആക്റ്റീവ് അല്ല നമ്മളെന്നാലും നമ്മുടെ ഫേസ്ബുക്കിൽ എല്ലാം ഇടുവായിരുന്നു. ഞാനിപ്പോ ഫേസ്ബുക്കിൽ എഴുതി ഇങ്ങനെ എന്താണ് ഇന്ന് കറണ്ട് വരത്തില്ല, ഇവന്മാർക്ക് എന്തോ ഗൂഢമായ ഉദ്ദേശമുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കറണ്ട് ഇവന്മാര് കളഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെയോ ഉദ്ദേശത്താലാണ് ഇത് കളഞ്ഞിരിക്കുന്നത്. ആ ചപ്പയിൽ 5 മിനിറ്റിനുള്ളിൽ കറണ്ട് വന്നു. ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് കറണ്ട് വന്നു, അപ്ലോഡായി ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വരത്തില്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ പലതും ഇവിടെ നടത്താനിരുന്നു. എന്നെ വക വരുത്തി ഇപ്പോഴും നടത്താൻ. എനിക്ക് 50 വയസ്സായി പോലും. അപ്പൊ 50 വയസ്സിന് മേലിലുള്ളവർക്കൊന്നും ജീവിക്കാനുള്ള അവകാശമില്ലേ? എനിക്ക് 50 ആവട്ടെ, എനിക്ക് 60 ആവട്ടെ, എനിക്ക് 70 ആവട്ടെ, 80 ആവട്ടെ. അപ്പൊ 50, 70, 80 ഒക്കെ കഴിഞ്ഞാൽ ഓവറായിട്ട് ജീവിക്കാനുള്ള അവകാശങ്ങൾ ഇതാരാണ് ഇല്ലാതാക്കുന്നത്? എന്താണ് ഇതിന്റെ ഉദ്ദേശം? 50 വയസ്സ് കഴിഞ്ഞാലോ 60 വയസ്സ് കഴിഞ്ഞാലോ 80 വയസ്സ് കഴിഞ്ഞാലോ 100 വയസ്സ് കഴിഞ്ഞാലോ ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരിക്കാനുള്ള അവകാശങ്ങൾ ഇല്ലയോ? എന്താണ് ഇതിന്റെ എന്താണ് യോഗം? എനിക്ക് 50 ആയി ഇവനെ ദേഹം വിളിക്കണം. ഇവന് 80 ആയി, 80-ന് വേണ്ടായി. ഇവന്റെ പെൺപിള്ള എന്ന് പറയുന്നത് ഈ സർപ്പവലി ആദ്യം ഒരു സിംഗപ്പൂരുകാരനെ കെട്ടിയതാണ് അവൻ. അവിടെ നിങ്ങൾ വന്ന് അന്വേഷിച്ചോ. അവൻ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ അവനവന്റെ പാട്ടിന് പോയി, പിന്നെ വന്നിട്ടില്ല. ഇവളെ എന്നിട്ട് ഇവളുടെ നല്ലപോലെ മനസ്സിലായി കാണും, അവനങ്ങ് പോയതാണ്. അത് കഴിഞ്ഞ് ഇവരെയാണ് കെട്ടിയെടുക്കുന്നത്. 19 വയസ്സായപ്പോഴാണ് ഇവളെ കെട്ടിയെടുക്കുന്നത്. ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 19 വയസ്സായപ്പോഴാണ് ഇവളെ കെട്ടിയെടുക്കുന്നത്. ശോഷിച്ച് എല്ലു പിടിച്ചിരിക്കുകയാണ് അവള്. മനസ്സിലായില്ലേ? അപ്പൊ 19 വയസ്സായപ്പോഴാണ് ഇവർക്ക് എന്നിട്ട് മക്കളൊക്കെ ജനിക്കുന്നത്. എന്നിട്ട് മക്കൾ ജനിച്ചില്ലയോ? മക്കൾ ജനിച്ചില്ല. ഇവന് 10 എത്രയോ വയസ്സുണ്ട് ഇപ്പം. മക്കൾ ജനിച്ചില്ലേ ഇവന്? കൊച്ചിലൊന്നും കെട്ടിയതല്ലേ ഇവളിങ്ങനെ നടക്കുകയായിരുന്നു. ഇവളുടെ ആരും കെട്ടാനില്ലാതെ ഇതുപോലെ ഇങ്ങനെ ഇതാക്കിയിരിക്കുകയായിരുന്നു. അവസാനം തന്നെ ഇവന്റെ മോനെ ഇതുപോലെ തന്നെ ഇവന്റെ മോനെ ഇപ്പൊ റെഡിയാക്കി 55,55,000 ചില്ലറ രൂപ ഇവരെ കിട്ടിയിട്ടുണ്ട്. അതിനൊന്ന് നിഗളിക്കുകയാണ്, നാട്ടുകാരെ കൂടെ ചീത്ത വിളിക്കുകയാണ്. ആരാ രോഗം? എന്തോ രോഗം? എന്തൊക്കെയോ പിടിച്ചു പറിക്കാമെന്ന് എന്റെ വിചാരം. എന്തൊക്കെയോ ഇവര് പിടിച്ചു പറിക്കണമെന്ന്. പല കൊലപാതകങ്ങളും തെളിയിക്കപ്പെടാതെ പോകുന്നു. പലതും തെളിയിക്കപ്പെടാതെ പോകുന്നു. പല കൊലപാതകങ്ങളും നടക്കുന്നത് തെളിയിക്കപ്പെടാതെ പോവുക. പല കൊലപാതകങ്ങളും കൊന്നേച്ച് കെട്ടിത്തൂക്കുക, പല പല വേലകളാണ് ഇവളുമാരുടെ കയ്യിലുള്ളത്. സുകുമാരക്കുറുപ്പിന്റെ സുകുമാരക്കുറുപ്പിനെ പിടിച്ചോ? ബാക്കി എത്രയോ കൊലയാളികളെ പിടിക്കുന്നു. സുകുമാരക്കുറുപ്പിനെ പിടിച്ചില്ല. 80 ലക്ഷം വഹിക്കാൻ ഗൾഫ് ഇൻഷുറൻസ് ആയ 80 ലക്ഷം. നിങ്ങൾ നോക്ക്, 80 ലക്ഷം അന്നത്തെ കാലത്ത് 80-കളില് വഹിക്കാനായിട്ട് പാമ്പിടിച്ച് ചാക്കോയെ തെരഞ്ഞു പിടിച്ച് കൊന്ന് അവനത്രയുള്ള കൊന്നേച്ച് കത്തിച്ച് അവനെ പിടിച്ചില്ല ഈ കേരള പോലീസ്. അതെന്താ ഇത്ര വലിയ ആളാണോ ഈ സുകുമാരക്കുറുപ്പ്?